ശാരദേ, മോളെ വിളിക്കേ. പിടിക്കേ. വാ മോളെ. നടക്ക് ചേച്ചി. മോളെ ചായ കൊടുക്ക്. ചായ കുടിക്കൂ. ഏത് കോളേജിലാ മോള് പഠിക്കുന്നത്? സെന്റ് മൈക്കിൾസ് കോളേജ്. ഇനിയിപ്പോ പഠിത്തം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണോ? പെൺകുട്ടികളെ വീട്ടിനുള്ളിൽ അടച്ചിടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എത്ര വേണേലും പഠിക്കാം. നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടോ മോനെ? വേണേലും ഞങ്ങളങ്ങോട്ട്. അയ്യോ വേണ്ട. നാണത്തിന്റെ കാര്യത്തിൽ രണ്ടാളും ഒരുപോലെയാ. എന്നാ നിന്ന് വിഷമിക്കണ്ട, മോളി ചെല്ല്. സുരേഷിന് 2 പെങ്ങന്മാരെന്നല്ലേ പറഞ്ഞത്? അതെ, രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോ അച്ഛനും അമ്മയും മോനും മാത്രം. എന്ന് വെച്ചാൽ കയറി വരുന്ന പെണ്ണ വീടിന്റെ ഭരണയന്ത്രം തിരിക്കേണ്ടതെന്ന് അർത്ഥം. കല്യാണിക്ക് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അത്ര പരിചയം പോരാ. സുരേഷിന്റെ അമ്മയോടൊപ്പം അല്ലേ കൂടാൻ പോകുന്നത്. ഒക്കെ താനെ ശരിയായിക്കൊള്ളും. കുമാരൻ ആരെയാ നോക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. വാ. ആരോ വന്നു തോന്നുന്നു. ഞാനും നോക്കിട്ട് വരാം. ഞങ്ങൾ മേനോൻ സാറിനെ കണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ പറയാൻ വന്നതാ. പറയുന്നത് സാറിന് ഗുണമുള്ള കാര്യങ്ങളാ. ഞാൻ മേനോൻ സാറല്ല. അല്ലേ? അപ്പൊ മേനോൻ സാറ് അകത്തുണ്ട്. ഓ അത് ശരി. പോകാൻ പറ്റേ. അതിനുമുമ്പ് നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഞങ്ങള് സാമൂഹ്യ സേവകരാണ് സർ, വനിതാ സമാജം പ്രവർത്തകര്. സർവോപരി സ്ത്രീകളുടെ കണ്ണീരും അവരുടെ ത്യാഗവും. വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ സ്ത്രീകൾക്കായി നടത്തിവന്ന കണ്ണീരിന്റെയും ത്യാഗത്തിന്റെയും കഥയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതെന്താ നിങ്ങൾക്കൊരു പുച്ഛം പോലെ? കാര്യമില്ലാത്ത കാര്യത്തിന് വീട് നിണ്ടുന്ന ആൾക്കാരല്ല ഞങ്ങള്. അത് പുറത്തു ചെന്ന് അന്വേഷിച്ചാ അറിയാം. എന്തിനാ പുറത്തന്വേഷിക്കുന്നത്? ഡോക്ടർ സക്രിയയുടെ ഭാര്യ ശോശാമ്മയും കോൺട്രാക്ടർ സുന്ദരേശന്റെ ഭാര്യ കോമളവും. പിന്നെ ഇത് ഡെയ്സി, എഞ്ചിനീയർ സ്റ്റീഫൻ ആഹാസ്. 3 പേരുടെ യോഗ്യതകളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവനാ ഞാൻ. യുവർ ഗുഡ് നെയിം പ്ലീസ്? മുകുന്ദൻ. ഭർത്താക്കന്മാരോട് അന്വേഷിച്ചാൽ മതി, അവർക്കെന്നെ നന്നായിട്ടറിയാം. സാറിനെ എവിടെയോ ഈ പത്രത്തിലൊക്കെ എഴുതുന്ന മുകുന്ദേട്ടൻ. അതെ, ആ മുകുന്ദേട്ടൻ തന്നെ. അയ്യോ, എന്നാൽ അത് നേരത്തെ പറയേണ്ടതല്ലേ? നമ്മളൊക്കെ എത്രയോ മുമ്പേ പരിചയപ്പെടേണ്ടതാ. പിന്നെന്താ പരിചയപ്പെടാതിരുന്നത്? പരിചയപ്പെടേണ്ടവരെ ഞാൻ പരിചയപ്പെടും, അല്ലാത്തവരെ അവോയ്ഡ് ചെയ്യും. അപ്പൊ ഞങ്ങൾ അവോയ്ഡ് ചെയ്യില്ലാന്ന് അർത്ഥം. അപ്പൊ നമുക്കിനി അകത്തിരുന്ന് സംസാരിക്കാല്ലേ? പുറത്തിരുന്ന് സംസാരിക്കുന്നാവും ഭംഗി. വെറുതെ സമയം കളാതെ ഉള്ള കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. പറയൂ കോമളം. നിരപരാധികളും അബലകളുമായ പെൺകുട്ടികളെ സമൂഹം ചൂഷണം ചെയ്യുന്നു. അതിന്റെ അവസാന രക്തസാക്ഷികളാണ് കല്യാണിയും ദേവയാനിയും. സത്യത്തിൽ അവരെന്താ തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല. അത് കോടതി പോലും കണ്ടെത്തിയിരിക്കുന്നു. അതെ സർ. എന്നിട്ട് അവർക്ക് സമൂഹത്തിൽ സ്വതന്ത്രരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? കോളേജിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിന് ഈ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? സമൂഹത്തിന്റെ ഈ കാടത്തത്തിനെതിരെ വനിതകൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സർ. ആണിന് പന്താടാനുള്ള ഉപകരണമാണോ സർ സ്ത്രീകൾ? ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടിലടക്കപ്പെട്ട പെൺകുട്ടികളാണ് പ്രൊഫസർ മേനോന്റെ മക്കൾ. കവലതോറും പ്രതിഷേധ യോഗം കൂടി ആ കുരുന്ന് പെൺകുട്ടികളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത വനിതാ പ്രവർത്തകരായ ഞങ്ങൾക്കുണ്ട് സർ. സർ, ഇനി ഞാനൊന്ന് പറയട്ടെ. സാധു പെൺകുട്ടികൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോ അവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി പുരുഷന്മാരിക്കുകയാണ്. ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ യജ്ഞത്തിൽ മുകുന്ദൻ സാറിനെ പോലുള്ളവർ കൂടി സഹകരിക്കണം. ഞാൻ സഹകരിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ.
ഇപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണം. മേനോൻ സാറല്ലേ? അതെ. കേട്ടോ മേനോൻ സാറേ, ഞങ്ങൾ ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ. അതെന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് പറയാ പോവാൻ. ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോവാൻ പറ്റോ? പെണ്ണിന്റെ ചാരിത്രശുദ്ധിയെ സമൂഹം ചോദ്യം ചെയ്യുമ്പോ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ട ചുമതല ഞങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ അതിന് പറ്റിയ സാഹചര്യമല്ല. എന്റെ മൂത്ത മോളെ കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അവരകത്തിരിക്കുക. പെണ്ണ് കാണാനാണോ സാർ? അതെ. അപ്പൊ നമ്മൾ വന്ന സമയം നല്ല സമയം തന്നെ. പെൺകുട്ടികളുടെ കഥകൾ അറിഞ്ഞോണ്ടാണോ അവരെ ആലോചനയുമായിട്ട് വന്നത്? അല്ല, അതുകൊണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. നല്ല കാര്യായി എന്റെ സാറേ. ഇത്തരം കാര്യങ്ങൾ മൂടി വെച്ചോണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. പറയേണ്ടത് തുറന്നു പറയണം. നല്ല ബന്ധമായതുകൊണ്ടാ. നല്ലതായാലെന്താ ചീത്തയായാലെന്താ, നമ്മുടെ മക്കളുടെ ജീവിത. സത്യം മറച്ചു വെച്ചെന്നും പറഞ്ഞ് നാളെ ആരും നമ്മളെ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയി. മെന്നെ ഇവരുടെ ഉദ്ദേശം വേറെയാണോ? മുകുന്ദ സാർ ഇനി എന്തോ പറഞ്ഞാലും ശരി, സ്ത്രീ സമത്വത്തിനായി മുറവിളി കൂട്ടുന്ന ഞങ്ങൾ വനിതാ പ്രവർത്തകർ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടെടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, നിങ്ങളാണോ പെണ്ണ് കാണാൻ വന്നവര്? അതെ. ഇതാണോ പയ്യൻ? ഞാൻ പയ്യന്റെ അച്ഛനാ. അയ്യോ സോറി. എന്താ? അനിയ, നിങ്ങളൊക്കെ ഈ തലമുറയുടെ വാഗ്ദാനങ്ങളാ. നല്ലൊരു നാളേക്ക് നിങ്ങളുടെ സഹകരണം വളരെ വളരെ അത്യാവശ്യമാണ്. പക്വതയെത്തിയൊരു പൗരനായതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് പക്വതയോടെ അനിയൻ കേൾക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾ ഇവരോട് സംസാരിച്ചോളാം. സാറ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? മേനോൻ സാർ എന്തു പറയുന്നു? മേനോൻ സാറിന്റെ മൗനാനുവാദത്തോടെ ഞങ്ങൾ പറയാ, കുറച്ചു നാളുകൾക്ക് മുമ്പ് നിങ്ങളിപ്പോ കാണാൻ വന്ന കല്യാണിയെയും ആ കൊച്ചിന്റെ അനുജത്തെ ദേവയാനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനാശാസ്യ പ്രവർത്തനം നടത്തിയെന്നായിരുന്നു പോലീസ് ഇവരുടെ മേൽ ചുമത്തിയ കുറ്റം. അയ്യോ, പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്ത വന്നതാ, കണ്ടില്ലായിരുന്നോ? എന്ന് കരുതി ആ കുട്ടികൾ തെറ്റുകാരല്ല. സത്യം മനസ്സിലാക്കിയ കോടതി പോലും അവരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? പെൺകുട്ടികളായിപ്പോയില്ലേ. ചീത്തപ്പേര് വീണുപോയാ പിന്നെ സമൂഹം വെറുതെ വിടുവോ സർ? ഇപ്പൊ വീടിന് വെളിയിൽ ഇറങ്ങാൻ വയ്യ രണ്ടാൾക്കും. അതാ സ്ഥിതി. നേരാണോടോ? അല്ല, അത് പിന്നെ ഞാൻ അല്ല, അതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞത് പകല് പോലെ സത്യവാ. താനായിരുന്നോടോ കല്യാണ ബ്രോക്കർ? അതെ. കാര്യങ്ങൾ വളച്ചൊടിച്ച് ദാമ്പത്യം തകർക്കുന്ന ഇത്തരം ബ്രോക്കർമാരാ നാടിന്റെ ശാപം. ഓ, വലിയ പ്രൊഫസറുടെ മക്കളാ, തറവാടികളാ, ആനയാ ചേനയാ എന്നൊക്കെ ഇയാൾ ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത്. ഇതാണോടോ അന്തസ്സുള്ള കുടുംബക്കാര്? നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾ ഇനി ഒന്നും കരുതുന്നില്ല. ദയവ് ചെയ്ത് ചീത്തപ്പേര് കേൾപ്പിച്ച പെൺകുട്ടികളെ മാന്യന്മാരായ ചെറുപ്പക്കാരുടെ തലയിൽ കെട്ടിവെക്കരുത്. ഒന്നുമില്ലേലും നിങ്ങൾ കുറെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത വാദ്യാരല്ലേ, ആ ഒരു വിവേകമെങ്കിലും കാട്ടണ്ടേ? വാടാ. തൃപ്തിയായല്ലോ, വന്ന കാര്യം സാധിച്ചല്ലോ. ഇതിലിപ്പോ എന്താ ഇത്ര വേദനിക്കാനുള്ളത്? പെൺകുട്ടികളുടെ ഭാവിയും ഭൂതമൊക്കെ അറിയുന്നവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ മിന്നി കെട്ടിയാ മതി. എന്താ സാർ? അതെ. തനിക്ക് എന്താടൂ ഈ പറഞ്ഞൊക്കെ താൻ ഇപ്പോഴും വിശ്വസിക്കണോ? വായിക്കകത്ത് തേറ്റയില്ലെന്നേ ഉള്ളൂ. അല്ലാതെ നോക്കിയാ തന്നെ രാക്ഷസ ജന്മങ്ങളാ, രാക്ഷസ ജന്മങ്ങള്. കല്യാണാലോചന നടക്കുന്നതിന് കെട്ടും പിടിച്ച് വന്നിരിക്കുക ഏതോ വൃത്തികെട്ടന്റെ വാക്കും കേട്ട്. കോമളം, നമ്മൾ ഇത് കേൾക്കണം. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുമ്പോ ഇവിടെ സ്ത്രീ സമത്വം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സ്ത്രീ സമത്വം മണ്ണാങ്കട്ട. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? കമോൺ, നമുക്ക് പോവാം. പാവപ്പെട്ട പെൺകുട്ടികളുടെ കഴുത്തിൽ കയറാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക നാശങ്ങള്. മുഖത്തേട്ടാ, അവര് ചിലപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടി. കലക്കി കേട്ടോ. ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ടുണ്ട് പെർഫോമൻസ്. വന്ന് വണ്ടി കയറും. ഇപ്പൊ ഉദ്ദേശം മനസ്സിലായോ? മേനോനും കുടുംബം എങ്ങോട്ട് പോകുന്നു, ഇവിടെ എന്തു നടക്കുന്നു, അതാ പേട്ട കുടുംബത്തിന്റെ ശ്രദ്ധ. ഇനി ക്ലബിലേക്ക് പോയ ഒരു ആഘോഷമുണ്ട് സാറാമ്മയുടെ വക. കൂട്ടിന് കുറെ ചെറുപ്പക്കാരും. സ്വന്തം ഭർത്താക്കന്മാരല്ല,
ഇവളുമാരെ വിലക്കെടുത്തോമാര് അവന്മാരുമൊത്ത് ആലിങ്ങനെ ബദ്ധനായി കുടിച്ച് കൂത്താടുന്ന കണ്ട് ഇവളുമാരുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ കോമാളികള് ഇത് നിശ്ചിരിക്കും. അതാടോ സ്ത്രീസമത്വവും വനിതാ സംരക്ഷണവും. നിന്ന നിപ്പിൽ കത്തിക്കണതിനൊക്കെ അതിനാളില്ലാതെ പോയി. ഓ, എന്തൊക്കെയായാലും നല്ലൊരു ആലോചനയായിരുന്നു. അത് പോയല്ലോ. വേണ്ട വേണ്ടെന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ. ആര് കേൾക്കാനാ? എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ തിരക്കോട് തിരക്ക്. എന്നിട്ടിപ്പോ എന്തായി? ഇതൊക്കെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ പതിവാ. ആലോചനകൾ ഒരുപാട് വരും. നടക്കേണ്ട സമയത്ത് നടക്കുകയും ചെയ്യും. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഈ സമയത്ത് ആ പെണ്ണുങ്ങൾ വന്നു കയറുമെന്ന്? അമ്മ എന്ത് ന്യായീകരണം വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ എനിക്കിനി ആരുടെ മുമ്പിലും അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഇതിനൊക്കെ ചില നേരവും കാലമൊക്കെ ഇല്ലേ? പ്രായം അതിക്രമിച്ചാ പിന്നെ വേണമെന്ന് വെച്ചാലും നടക്കില്ല. നടക്കണ്ട. പ്രായം അതിക്രമിച്ച ഏതെങ്കിലും ആശ്രമത്തിലോ മഠത്തിലോ വല്ലതും പോയി ചേർന്നോളാം. എന്നിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ അവിടെ തന്നെയും കഴിഞ്ഞോളാം. സമയത്ത് തന്നെ ഓരോന്ന് കേറി വന്നോളും ശകുനം മുടക്കാനായിട്ട്. അത് നന്നായി ദേവു. അവര് വന്നില്ലായിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? നമുക്കുണ്ടായ ചീത്തപ്പേരറിയാതെ അയാൾ എന്നെ കഴുത്തി താലി കെട്ടും. എന്നിട്ടോ അയാൾ സത്യം എപ്പോഴറിയും എന്ന ഭയമായിരിക്കും എനിക്കും നിങ്ങൾക്കും. ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴോ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞിട്ട് അയാൾ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ അമ്മയുടെ മോള് താലി നഷ്ടപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും നല്ലതല്ലേ അമ്മേ താലിച്ചറിന്റെ കഴുത്തിൽ മുറുകാതെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്? അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. എനിക്കൊരു സങ്കടമില്ല. എനിക്ക് നിങ്ങളെയൊക്കെ വിട്ട് എവിടെയും പോകണ്ട. അതുകൊണ്ട് എന്നെ ഇനി ഇതിന് നിർബന്ധിക്കരുതമ്മേ. മോഹൻദേട്ടനും ബ്രോക്കറും പോയാ മാഷേ? പോയി. ആ നശിച്ചവളന്മാര് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതങ്ങ് നടന്നു പോയേനെ. ചതിച്ചു. അലക്സാണ്ടർ വീണ്ടും ചതിച്ചു. എള്ളില് വീണ ഒച്ചിനെ പോലെയാ എന്റെ മക്കളുടെ അവസ്ഥ. ഇടവും വലവും തിരിയാൻ മേല. എവിടേക്ക് പോയാലും അലക്സാണ്ടറെ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും. വളരെ രഹസ്യമായിട്ടാ കല്യാണാലോചന നടത്തിയത്. കുഴപ്പമില്ലാത്ത ബന്ധുവായിരുന്നു. പറഞ്ഞിട്ടെന്താ? പെണ്ണ് കാണാൻ ചെറുക്കൻകൂട്ടർ എത്തിയ ദിവസം തന്നെ മണത്തറിഞ്ഞു കളഞ്ഞു. ആര് പോയി പറഞ്ഞു എന്നറിയില്ല. അതിനാണോ പ്രയാസം? അലക്സാണ്ടർ വിലക്കെടുത്ത ആൾക്കാർ സാറിന്റെ വീടിന് ചുറ്റും റോന്ത് ചുറ്റുന്നുണ്ടാവും. എത്തേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തേണ്ടടുത്ത് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും.